മായ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ 20 വർഷക്കാലം ഹൃദയത്തേറ്റിക്കൊണ്ട് നടന്ന ഈ ഗോക്കാവ് ഗവൺമെൻറ് UP സ്കൂൾ, ഗോക്കാവ് ഗവൺമെൻറ് ഹൈസ്കൂൾ, UP സ്കൂൾ എന്ന് പറഞ്ഞ് പഠിച്ചു പോയി. ഞാൻ ഇറങ്ങിയപ്പോഴല്ലേ ഹൈസ്കൂളായത്. ഹൈസ്കൂളാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഈ ഗോക്കാവ് സ്കൂള് മുക്കള ഗ്രാമത്തിലെ കുട്ടികൾക്ക് എന്നും വെളിച്ചം വിതറി ഈ ഗ്രാമത്തിൻ്റെ വിലക്കുറിയായി പ്രശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. സ്വാഗതം ചെയ്യുന്നു. ഏതാണ്ട് 32 വർഷമായി. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഈ അമ്മമാരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. ആരെങ്കിലും ഉണ്ടോ? ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ടോ ഇവിടെ അമ്മമാരായിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഒരാളെങ്കിലും അതൊന്ന് കൈപ്പൊക്കാമോ? ആ ശരി, ഉണ്ട്. 1-2 പേരുണ്ട്. ഞാൻ ഭാഗ്യവാനാണ്. ഉണ്ടല്ലോ, നിങ്ങൾ 2-3 പേരെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ സ്കൂളിന് വലിയൊരു ചരിത്രമുണ്ട്. അങ്ങോട്ട് ഞാൻ കിടക്കുന്നത്. ആദ്യമായിട്ട് ഒരു കാര്യം പറയാം. ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. സമയം ഒത്തിരി ആയിരിക്കുകയാണ്. ആഹാരം കഴിക്കേണ്ട സമയമൊക്കെ ആയി. 2-3 വാക്കുകൾ പറഞ്ഞിട്ട് നിർത്തിയിട്ടാണ്. ഈ സ്കൂളിൻ്റെ ചരിത്രം വിശാലം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് പറയുന്നില്ല. എങ്കിൽ തന്നെയും ഈ സ്കൂളിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ച കാലത്ത് വളരെ ദയനീയമായിരുന്നു. അടുത്ത ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകന് സ്വന്തം ക്ലാസ്സിലെ കുട്ടി ഏതാണ്, അടുത്ത ക്ലാസ്സിലെ കുട്ടി ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ. അവിടെ ഒരു കടയുണ്ടായിരുന്ന. കടത്തിണ്ണയിൽ നമ്മുടെ നാട് ഭാഷയിൽ പറഞ്ഞാൽ ചാർത്തെന്ന് പറയാം. അങ്ങനെ ഇവിടെ ഇടുക്കുമുറികളിൽ വെച്ചാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രകാശമില്ല, ടോർച്ച് കൊണ്ടൊന്ന് അടിച്ചു നോക്കണം ഏതാ കുട്ടിയെന്ന് അറിയാൻ വേണ്ടി. ഇങ്ങനെയുള്ള സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം മനസ്സിൽ ഓർത്തിട്ടുണ്ട്. ഈ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഈ കെട്ടിടം പണിത് ചെയ്തിരുന്നിട്ട് ഇവിടെ ഒന്ന് കയറി പഠിപ്പിച്ചിട്ട് പോകാനുള്ള അവസരം ഉണ്ടായെങ്കിൽ നന്നായിരുന്നു ആഗ്രഹിക്കുന്നുണ്ട്. അതേതാണെങ്കിലും സാധിച്ചു. ഏതാണെങ്കിലും നമ്മുടെ ലൈലാബീഗം ടീച്ചർ ഇവിടെ ഹെഡ്മിസ്സായി വന്നതിനോടുകൂടി നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളുടെ പുരോഗതി അല്പാൽപമായി ആരംഭിച്ചു. ഓമനച്ചി ടീച്ചർ വന്നതിനോടുകൂടി ഇവിടെ സ്കൂളിൻ്റെ പുരോഗതിയുടെ ഒരു പെരുമഴക്കാലമായിരുന്നു എന്ന് വേണം പറയാം. നിങ്ങൾക്ക് ആ മനോഹരമായ കെട്ടിടം പൂവാക്കാ സ്കൂള്, നമ്മൾ ഇവിടെ നിന്ന് വരുന്ന ഏതൊരാൾക്കും അഭിമാനമായിട്ട് തോന്നുന്ന ഒരു കെട്ടിടം, സൗധം. ആ കെട്ടിടം വഴി നമ്മുടെ ഓമന ടീച്ചറുടെ കാലത്താണ്. അതിന് ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രതിബന്ധങ്ങൾ ഞാനും കൂടി ഈ സ്കൂൾ കാര്യത്തിൽ സഹകരിച്ചു. ഹെഡ്മിസ്റ്റിൻ്റെ വൈഫോ അവരെ ഹെഡ്മിസ്റ്റ് നേരെ നിന്നതുകൊണ്ട് മാത്രമാണ് ആ കെട്ടിടം അവിടെ പണി തീർന്നത്. അല്ലെങ്കിൽ ആ കെട്ടിടം പൊളിച്ച് മാറ്റുമായിരുന്നു. അങ്ങനെയുള്ള വളരെയധികം പുരോഗതി. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ വന്ന് കയറിപ്പോൾ കാണുന്നത് എന്തൊരു സൗകര്യങ്ങളാണ് സ്കൂളിലൊക്കെ ഇപ്പോൾ. ഇതുപോലുള്ള സൗകര്യങ്ങളുണ്ടോ? ക്ലാസ് മുറിയിലേക്ക് കയറിയാൽ, നമ്മുടെ ടോയ്ലറ്റുകളിൽ കയറിയാൽ, ഇതൊക്കെ എന്താണ്? നിങ്ങളൊക്കെ രക്ഷകർത്താക്കളൊക്കെ ഒന്ന് കയറി കാണണം. പിന്നെ ഞാനിതൊക്കെ പറയുന്നത് കാരണം അങ്ങനെ ഇരിക്കുന്ന പരിസ്ഥിതി നമ്മുടെ ഇവിടെ നിന്നും കുട്ടികളെല്ലാം മറ്റ് സ്കൂളിൽ പോകുന്നുണ്ട്. എനിക്ക് രക്ഷകർത്താക്കളോട് പറയാനുള്ള കാര്യം, ഇത് നമ്മുടെ സ്കൂളാണ്. ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ടീച്ചിങ് വളരെ മോശമാണെന്നാണ് സാധാരണ ഒരു ധാരണ. അത് തെറ്റാണ്. ഇവിടെയുള്ള ടീച്ചേഴ്സ് കഠിനമായ അധ്വാനം ചെയ്താണ് ഇവിടെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് പരിപൂർണമായിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം, നിങ്ങളുടെ കുട്ടികളെ അടുത്ത വർഷം 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ കൊണ്ട് ചേർക്കണം. എനിക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. അവർ 3 പേരും ഇവിടെയാണ് പഠിച്ചത്. അവർ നല്ലോണം പഠിച്ചു മിടുക്കരായി നല്ല SLC പാസ്സായി ഉപരി വിദ്യാഭ്യാസം ചെയ്തു. അവരൊക്കെ ഇന്ന് ഗവൺമെൻറ് ജോലിയിലാണ്. ഇവിടെ പഠിച്ച പല വിദ്യാർത്ഥികളും പ്രശസ്തരാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും നീതിന്യായ വകുപ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നമുക്കുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് വളരെയധികം ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ മോശമൊന്നുമല്ല. നമ്മുടെ സ്കൂൾ 1-ാം സ്ഥാനത്തേക്ക് പോകണം. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ ചേർക്കുമ്പോൾ അടുത്ത വർഷം 1-ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂൾ കൊണ്ട് തന്നെ ചേർക്കുക. താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ ഭാവി നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ഒരു പഴയ ടീച്ചർ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ഇതൊരു അഭ്യർത്ഥനയാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്നും പറയാനില്ല. സമയം വളരെ പോയിരിക്കുന്നു. അതുകൊണ്ട്
ഈ അഭ്യർത്ഥനയോടുകൂടി ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്ന ടീച്ചറിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ നല്ല ഒരു മറ്റൊരു മോശമാണെന്നല്ല പറയുന്നത്, നല്ലൊരു ടീച്ചറാണ്. എല്ലാം കൊണ്ടും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ടീച്ചറിനോട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമുണ്ടാവും, അതെപ്പോഴും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. ജീവനക്കാരുടെ ജീവിതം, യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. ആ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. അതിന് റിട്ടയർ ചെയ്ത് പോകുന്ന ടീച്ചർക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടും എൻ്റെ ഈ വലിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ നിറയുകയാണ്. ആദ്യമായി ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ മദർ ലോയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാതിരിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. മമ്മിയും ഈ സ്കൂളിലെ തന്നെ അധ്യാപികയായിരുന്നു എന്നത് എനിക്ക് വലിയ അഭിമാനമായിരുന്നു. മമ്മിയിലൂടെയാണ് ഞാനും ഈ കുവക്കാവിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ഞാൻ എൻ്റെ അധ്യാപനത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചത് മലപ്പുറം ജില്ലയിലെ ഫാത്തിമ മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ആ സ്കൂളിലെ സേവനം എൻ്റെ പിന്നീടുള്ള അധ്യാപന ജീവിതത്തിൽ വളരെയേറെ എന്നെ സഹായിച്ചു. അവിടുത്തെ എൻ്റെ HMസിനെയും സഹപ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലാമ്പള്ളി പാമ്പാടിയിൽ ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്തിരിക്കുമ്പോഴാണ് 1999 ഓഗസ്റ്റിൽ PSC നിയമനം ലഭിച്ച് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അന്ന് നമ്മുടെ സ്കൂൾ ഗവൺമെൻറ് വെൽഫെയർ UP സ്കൂളായിരുന്നു. അന്ന് എന്നെ ജോയിൻ ചെയ്യിച്ച HM എൻ്റെ പ്രിയപ്പെട്ട ലൈല ടീച്ചർ ഇന്ന് എന്നോടൊപ്പം ഇവിടെ വേദി പങ്കിടാനെത്തിയത് എൻ്റെ സന്തോഷം ഇരട്ടിയാക്കുന്നു. കുവക്കാവിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സമീപസ്ഥലമായ ആലപ്പുഴയിൽ നിന്നും വിവാഹാലോചന വരികയും വിവാഹം നടക്കുകയും ചെയ്തത്. അങ്ങനെ ഞാൻ ഈ നാട്ടുകാരിയുമായി. എൻ്റെ വീടിനടുത്തുള്ള സ്കൂൾ എന്നതിലുപരി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിരുന്നു ഇവിടെ തുടരാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. അതിൽ ഒരാൾ എൻ്റെ അയൽക്കാരിയും തലമുറകളായി ഞങ്ങൾ ഒരേ കുടുംബം പോലെ കഴിയുന്നവരുമായിരുന്നു. അതിലൊരാളായിരുന്നു ഇപ്പോൾ നമ്മോട് സംസാരിച്ച് ഇവിടെ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സമദ് സാർ. ഫസീല ടീച്ചർ എന്നയായ എൻ്റെ പ്രിയ സുഹൃത്ത്, ഉറ്റ സുഹൃത്ത് എൻ്റെ ഒരു സ്വകാര്യം അഹങ്കാരമായിരുന്നു എന്ന് തന്നെ പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമാണ്. എൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി എനിക്ക് താങ്ങായി നിന്ന ഫസീല ടീച്ചറിന് എപ്രകാരം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും, ഇപ്പോഴത്തെ രക്ഷിതാക്കളെന്ന് പറയുന്നവർ കൂടുതലും എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതും എനിക്ക് വളരെ സന്തോഷം നൽകിയിരുന്നു. നമ്മൾ സ്കൂളിനെ സാധാരണയായി സെക്കൻഡ് ഹോം എന്നാണ് പറയുന്നത്. പക്ഷേ കുവക്കാവ് സ്കൂൾ എനിക്ക് ഫസ്റ്റ് ഹോം തന്നെയായിരുന്നു. അങ്ങനെ ആയതിൻ്റെ പ്രധാന കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈല ടീച്ചറും അന്നുണ്ടായിരുന്ന എൻ്റെ അധ്യാപകരുമാണ്. ഒരു പദവിയും നോക്കാതെ ഞങ്ങളോടൊപ്പം വന്നിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുകയും ഓരോരുത്തരുടെയും വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക എന്നത് ലൈല ടീച്ചറിൻ്റെ പ്രത്യേകതയായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾ 14 ടീച്ചിങ് സ്റ്റാഫും 2 നോൺ ടീച്ചിങ് സ്റ്റാഫും ഉണ്ടായിരുന്നു. അതിൽ 3 പേർ നമ്മളെ ഇപ്പോൾ വിട്ടുപിരിഞ്ഞു പോയി. എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. 2012 നമ്മുടെ സ്കൂൾ ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഇവിടെ എത്തിയ എല്ലാ പ്രഥമാധ്യാപകരെയും ടീച്ചേഴ്സിനെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെയിംസ് ഏട്ടൻ, അതിനുശേഷം വന്നിരുന്ന ആശ, നിഷ, ശ്രീലത, ക്ലർക്കന്മാരായി വന്ന ഓമന ചേച്ചി, അനിത ചേച്ചി,
ഇപ്പോൾ നമ്മുടെ ക്ലർക്കായിരിക്കുന്ന അനീഷ് സാർ എന്നിവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ശ്രീകുമാരി ചേച്ചി, പ്രസന്ന ചേച്ചി, നിഷ, സുരേഷ്, സംഗീത എന്നിവരുടെയും സേവനം ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ജീവനാഡിയായി പ്രവർത്തിക്കുന്ന 2 പേരാണ് നമ്മുടെ സിൻസിയും അരുണും. PLO ഡ്യൂട്ടി കിട്ടിയതുകൊണ്ട് അരുണിനെ ഈ വർഷം നമ്മൾക്ക് ഒത്തിരി മിസ് ചെയ്തിരുന്നു. ഇന്നും ഈ ചടങ്ങിലും പങ്കെടുക്കാൻ അരുണിന് അത് കാരണം സാധിച്ചിട്ടില്ല. 2 പേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം ആദ്യകാലങ്ങളിൽ തയ്യാറാക്കി തന്ന ഏലിയമ്മ ചേച്ചിയെയും ഇപ്പോൾ ഞങ്ങളുടെ അന്നദാതാവായ ചെല്ലമ്മ ചേച്ചിയെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ വിവിധ കാലഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട PTA പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, MPTA മെമ്പേഴ്സ്, നോൺ മീൽ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവരെ പ്രത്യേകം ഓർക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന PTA പ്രസിഡന്റ് അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ ശ്രീ ബാബു പുത്തേടത്തിനെ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി എൻ്റെ 2 കുടുംബത്തിൽ നിന്നും എത്തിച്ചേർന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടന്മാർ, ചേച്ചിമാർ, സഹോദരൻ, സഹോദരി, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അഭാവം എന്നെ അറിയിക്കാതെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് താങ്ങായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ വിദേശത്തായിരിക്കുന്ന മോളെയും എൻ്റെ മോനെയും പ്രത്യേകം ഓർക്കുന്നു. ഏറ്റവും പ്രധാനമായി ഇന്നത്തെ സമ്മേളനം വിജയപ്രദമാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് അഭിലാഷ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങളുടെ GHS കുവക്കാവിൻ്റെ ഇരട്ടച്ചങ്കത്തി എന്ന് വിളിക്കാവുന്ന ഞങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട HM ശ്രീലേഖ ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് ഷൈജു സാർ, കുവക്കാവ് കുടുംബത്തിലെ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും സർവോപരി സർവശക്തനായ ജഗദീശ്വരനും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. ടീച്ചറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രകടനമാണ് ജില്ലാ തലത്തിൽ കാഴ്ചവെച്ചത്. അതിന് അവരെ പ്രാപ്തരാക്കിയ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരായ ശ്രീ പ്രശാന്ത് PCയെയും ശ്രീ രതീഷ് ARനെയും ഈ വേദിയിൽ സ്കൂൾ ആദരിക്കുന്നു. ആദരം ഏറ്റുവാങ്ങാനായി ശ്രീ പ്രശാന്ത് PCയെയും ശ്രീ രതീഷ് ARനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട HM ശ്രീലേഖ ടീച്ചറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, ഈ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് കുവക്കാവ് ഗവൺമെൻറ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിൽ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്ന. ഒരു വലിയ സന്തോഷത്തോടെയാണ് ഇനി സംസാരിക്കുന്നത്. എൻ്റെ UP സ്കൂൾ കാലഘട്ടത്തിലെ പ്രഥമ അധ്യാപകരായ പ്രിയപ്പെട്ട HM ലൈലാബീഗം ടീച്ചർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ടീച്ചറെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ടീച്ചറിനെ ഈ ഒരു വേദിയിൽ കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ ഒരു സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ടീച്ചറുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ 7ാം ക്ലാസ്സിലെ പ്രഥമ അധ്യാപികയാണ് മേരിക്കുട്ടി ടീച്ചർ നല്ല മാതൃകപരമായിട്ടുള്ള സമീപനമാണ് ഈ സ്കൂളിന് വേണ്ടി വർഷങ്ങളായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ എല്ലാ രീതിയിലും കുട്ടികളെ ചേർത്ത് പിടിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ടീച്ചർക്കും ഈ ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ ടീച്ചറിന് എല്ലാവിധ ഐശ്വര്യങ്ങളും
നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിൽ ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ഈ സ്കൂളിൻ്റെ HM പ്രിയപ്പെട്ട ശ്രീലക ടീച്ചറിനെ ഓർക്കുകയാണ്. 2 വർഷവും നമ്മൾ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ നന്നായിട്ട് നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത് ഈ സ്കൂളിൻ്റെ പേര് നിലനിർത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം പറയേണ്ടത് നമ്മുടെ HM ശ്രീലക ടീച്ചറും അതോടൊപ്പം നമ്മുടെ ഈ വേദിയിൽ നിന്ന് പങ്കെടുത്തിട്ടില്ല പ്രിയപ്പെട്ട ഷവി സാറാണ് എല്ലാ രീതിയിലും കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു നിലയിൽ കുട്ടികളെ എത്തിക്കുവാനും ഞങ്ങൾക്ക് ഒരു പ്രയോജനം നൽകുവാൻ വേണ്ടി സാധിച്ചത് ഇന്ന് ഈ സമയം ഓർക്കുകയാണ്. അപ്പം ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഈ സ്നേഹാദരവ് ഞങ്ങൾക്ക് നൽകിയ സ്കൂൾ PTA കമ്മിറ്റിക്കും അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്വാഗതം ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഈ മുറ്റത്തോടി നടക്കുകയും ക്ലാസ് റൂമിൽ പഠിക്കുകയും ഞങ്ങളുടെ ഇരുളിനെ നീക്കി വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഏറെ ഞങ്ങളുടെ ഒപ്പം കൂടെ നിന്ന് പിടിച്ച് നടത്തിയ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് സ്കൂൾ മുറ്റത്ത് നിന്ന് തന്നെ ഒരു ആദരവ് വാങ്ങാൻ സാധിച്ചതിൽ ആ ഗുരുക്കന്മാരുടെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞാൻ അതിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. കാരണം സാറന്മാരിവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധി, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടിയാണ് പൂവക്കാവ് സ്കൂൾ എന്ന് പറയുന്ന സാഹചര്യം പൊയ്ക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ഞാനൊക്കെയാണ് ടീച്ചറിനെ അമ്മയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മയെ നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ ടീച്ചറും സാറും ഒക്കെ ഭക്ഷണങ്ങളൊക്കെ ഉച്ചയ്ക്ക് മേടിച്ചു തരികയും ഒക്കെ ചെയ്തുകൊണ്ട് കുടുംബം പോലെ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സ്നേഹം പ്രത്യേകിച്ച് ഗോവിന്ദ് സാറടക്കം ഉള്ളവരൊക്കെ സാറും ഒക്കെ ഓർക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാ കുട്ടികളെ ക്ലാസ് എടുക്കാൻ മിക്കവാറും ഞങ്ങളെ ടീച്ചർ പ്രത്യേകം ഞങ്ങളെ ഓർക്കാറുണ്ട്. ആ സ്നേഹത്തിന് ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ്. ഒപ്പം ഈ സ്കൂളിലെ അധ്യാപകർ എല്ലാവരും പ്രത്യേകിച്ച് അവരെല്ലാം ഉള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.